ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മലയാള സിനിമാ മേഖലയിൽ ഒരു രാജി കൂടി സംഭവിച്ചിരിക്കുകയാണ്. ആഷിഖ് അബു രാജിവെച്ചിരിക്കുന്നു. ഫെഫ്ക പ്രാഥമിക അംഗത്വത്തിൽ നിന്നാണ് ആഷിഖ് അബു രാജിവെച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഫെഫ്ക നേതൃത്വത്തിന്റെ നിലപാടുകൾക്കെതിരെ ആഷിഖ് അബു പരസ്യമായി തന്നെ രംഗത്ത് വന്നിരുന്നു. നിലപാടിന്റെ കാര്യത്തിൽ തികഞ്ഞ കാപട്യം പുലർത്തുന്ന നേതൃത്വത്തോട് അതിശക്തമായി വിയോജിച്ചുകൊണ്ടും പ്രതിഷേധിച്ചുകൊണ്ടും ഫെഫ്ക പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഞാൻ രാജിവെക്കുന്നതായി അറിയിക്കുന്നു എന്നതാണ് ആഷിഖ് അബുവിൻ്റെ പ്രസ്താവനയുടെ ഏറ്റവും ഒടുവിലത്തെ ഭാഗം. നിരവധി കാര്യങ്ങൾ വിശദമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആഷിഖ് അബു ഫെഫ്കയിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട സിനിമാ സംവിധായക യൂണിയൻ അംഗങ്ങൾ അറിയുവാൻ 2009 ഒക്ടോബറിൽ ഫെഫ്ക രൂപീകരിക്കുന്ന സമയം മുതൽ ഞാൻ ഈ സംഘടനയിലെ അംഗമാണ്. പിന്നീട് നടന്ന തിരഞ്ഞെടുപ്പിൽ സംവിധായകരുടെ യൂണിയൻ എക്സിക്യൂട്ടീവ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു. 2-3 എക്സിക്യൂട്ടീവ് യോഗങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്. 2012 ഒരു സിനിമയുടെ നിർമ്മാതാവിൽ നിന്ന് ലഭിക്കേണ്ട പണം സംബന്ധിച്ച എൻ്റെ പരാതിയിൽ യൂണിയൻ ഇടപെട്ടത് തികച്ചും അന്യായമാണ്, അവിടെ മുതൽ പ്രശ്നങ്ങൾ തുടങ്ങി എന്നതാണ് ആഷിഖ് അബു വിശദീകരിക്കുന്നത്. അതേ നിർമ്മാതാവിൻ്റെ മറ്റൊരു ചിത്രം നിർമ്മാണത്തിലിരിക്കെയാണ് ഞാനും ഇതേ പരാതിയുള്ള തിരക്കഥാകൃത്തുക്കളും പരാതി സംഘടനയിൽ ഉന്നയിച്ചത്. എന്നാൽ നിർമ്മാണത്തിലിരിക്കുന്ന ഇതേ നിർമ്മാതാവിൻ്റെ സിനിമയുടെ റിലീസ് സമയത്തും ഫെഫ്കയിൽ നിന്ന് ഈ തുകയ്ക്ക് വേണ്ടി സമ്മർദ്ദം ഉണ്ടായില്ല. ഏറെ വൈകി അവകാശപ്പെട്ട തുകയുടെ പകുതി മാത്രമാണ് പിന്നീട് ലഭിച്ചത്. പരാതിയിൽ ഇടപെട്ട സംഘടന ഞങ്ങൾക്ക് അവകാശപ്പെട്ട തുകയുടെ 20% കമ്മീഷനായി വേണം എന്നാവശ്യപ്പെടുകയായിരുന്നു. സംവിധായകൻ എന്ന നിലയിൽ ഉൾപ്പെടെ ലഭിക്കേണ്ട പണത്തിൻ്റെ 20% ഫെഫ്ക ഭാരവാഹികൾ കമ്മീഷനായി ആവശ്യപ്പെട്ടു എന്ന ഗൗരവതരമായ കാര്യം കൂടി മുന്നോട്ട് വയ്ക്കുകയാണ് ആഷിഖ് അബു ഈ കുറിപ്പിൽ. ഇക്കാര്യത്തിൽ സിബി മലയിലുമായി വലിയ വാക്കുതർക്കമുണ്ടായി. പണം കൊടുക്കണം എന്ന ഉറച്ച നിലപാടിൽ സിബി മലയിൽ നിന്നു. തൊഴിലാളി സംഘടന പരാതിയിൽ ഇടപെടുന്നതിന് കമ്മീഷൻ ചോദിക്കുന്ന അനീതിയാണ് എന്ന് പറഞ്ഞ എന്നോട് നിർബന്ധപൂർവ്വം 10 ലക്ഷം രൂപ ആവശ്യപ്പെടുകയായിരുന്നു. തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമുണ്ടായ കുറ്റകരമായ മൗനം ഫെഫ്ക നേതൃത്വത്തിനുണ്ടായി എന്നടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള രാജിയാണ് ആഷിഖ് അബു ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അരുൺ ശങ്കർ ചേരുന്നുണ്ട്. അരുൺ, ഇതൊരുപക്ഷെ പ്രതീക്ഷിച്ചിരുന്ന ഒന്നായിരിക്കാം. ഫെഫ്കയിൽ നേതൃത്വത്തിനെതിരെ ശക്തമായ നിലപാട് പരസ്യമായി ആഷിഖ് അബു സ്വീകരിച്ചതിന് പിന്നാലെ ഇപ്പോൾ രാജിവെച്ചിരിക്കുന്ന മറ്റു വിവരങ്ങൾ കൂടി. തീർച്ചയായിട്ടും ഈ ഒരു നിലപാട് പ്രതീക്ഷിച്ചത് തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസം ഫെഫ്കയുടെ നിലപാടിനെതിരെ ശക്തമായ വിമർശനങ്ങൾ ആഷിഖ് അബു പരസ്യമായി തന്നെ ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഫെഫ്കയിൽ നിന്ന് രാജിവെക്കാനുള്ള തീരുമാനം ഇപ്പോൾ ആഷിഖ് അബു പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ രാജിവെച്ചുകൊണ്ടുള്ള കത്ത് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചിട്ടുണ്ട്. ഇതിൽ 2012 ഒരു സിനിമാ നിർമ്മാതാവിൽ നിന്ന് ലഭിക്കേണ്ട പണം സംബന്ധിച്ചുള്ള ഒരു വിഷയം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. ആ വിഷയം ഈ സംഘടന പരിഹരിച്ച സമയം മുതൽ തന്നെ ഈ സംഘടനയിൽ നിന്ന് അകന്നു എന്നുള്ളതാണ്. അതായത് സംഘടന അന്യായമായിട്ടാണ് ഇക്കാര്യത്തിൽ ഇടപെട്ടത് എന്നൊരു വാദമാണ് ആഷിഖ് അബു ഉയർത്തുന്നത്. അതോടൊപ്പം തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം വാക്കുകൾ ഇങ്ങനെയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നെ ഈ സംഘടനയുടെ കുറ്റകരമായ മൗനം, പിന്നീട് പത്രക്കുറിപ്പ് എന്ന പേരിൽ പുറത്തിറങ്ങുന്ന കുറച്ച് വാചക കസർ പഠിച്ചിട്ട് പറയാം, വൈകാരിക പ്രതികരണങ്ങൾ അല്ല വേണ്ടതെന്ന നിർദ്ദേശം എന്നിവയൊക്കെ ഒരംഗമെന്ന നിലയിൽ എന്നെ ഏറെ നിരാശപ്പെടുത്തി. സാമൂഹ്യ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ ഈ സംഘടനയും വിശിഷ്യ നേതൃത്വവും പരാജയപ്പെട്ടിരിക്കുന്നു. അതായത് നേതൃത്വത്തിനെതിരെ വിമർശനം നടത്തിക്കൊണ്ടാണ് ആഷിഖ് അബു ഈ സംഘടനയിൽ നിന്ന് പടിയിറങ്ങുന്നത്. നിലപാടിൻ്റെ കാര്യത്തിൽ തികഞ്ഞ കാപട്യം പുലർത്തുന്ന നേതൃത്വത്തോട് അതിശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് ഫെഫ്ക പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഞാൻ രാജിവെക്കുന്നതായി അറിയിക്കുന്നു എന്നുള്ളതാണ് ആഷിഖ് അബു ഈ രാജിക്കത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് നേതൃത്വം എന്ന് പറയുമ്പോൾ ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണനെതിരെ കഴിഞ്ഞ ദിവസം ആഷിഖ് അബു ശക്തമായ വിമർശനങ്ങൾ ശക്തമായ വിമർശനം പരസ്യമായി ഉന്നയിക്കുന്നു. സാധാരണ എന്ത് കാര്യത്തിനും അപ്പോൾ തന്നെ മാധ്യമങ്ങളിൽ കാണുന്ന ഉണ്ണികൃഷ്ണൻ ഇപ്പോൾ മറഞ്ഞിരുന്ന ചില കളികൾ നടത്തുന്നു എന്തടക്കമുള്ള ആരോപണങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നില്ലേ? അക്കാര്യങ്ങൾ തന്നെയല്ലേ ഈ കുറച്ച് വാചക കസർത്തുകൾ പഠിച്ചിട്ട് പറയാം, വൈകാരിക പ്രതികരണങ്ങളല്ല വേണ്ടത് എന്ന നിർദ്ദേശം, ഇവയെല്ലാം ബി ഉണ്ണികൃഷ്ണനെ തന്നെയല്ലേ ഉന്നം വയ്ക്കുന്നത്? തീർച്ചയായിട്ടും അതിൽ 2 വാചകങ്ങൾ ഞാൻ വായിക്കാം. സാമൂഹിക ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ ഈ സംഘടനയും വിശിഷ്യ നേതൃത്വവും പരാജയപ്പെട്ടിരിക്കുന്നു. ആ നേതൃത്വം എന്ന് പറയുന്നത് ബി ഉണ്ണികൃഷ്ണനെ തന്നെയാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ്റെ നിലപാടുകളെ, ഉണ്ണികൃഷ്ണൻ സംഘടനയെ അടക്കി ഭരിക്കുന്നതിനെതിരെയൊക്കെ ആഷിഖ് അബു കഴിഞ്ഞ ദിവസം പരസ്യമായ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. അതോടൊപ്പം തന്നെ നിലപാടിൻ്റെ കാര്യത്തിൽ തികഞ്ഞ കാപട്യം പുലർത്തുന്ന നേതൃത്വത്തോട് അതിശക്തമായി വിയോജിച്ചുകൊണ്ടാണ് ഈ രാജിയെന്ന് പറയുന്നു.